നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ അമ്മയ്ക്കൊരുമ്മ പദ്ധതിക്ക് തുടക്കമായി. ശിഥിലമായ കുടുംബ സാഹചര്യങ്ങളിൽപ്പെട്ടും സ്വഭവനങ്ങളിൽ നിന്നും മക്കളടക്കമുള്ള മറ്റ് ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമായ അഗതികളും അനാഥരും നിരാലംബരുമായ വൃദ്ധ മാതാപിതാക്കൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിയുള്ളവർ, നിയന്ത്രണ വിധേയരായ മനോരോഗികൾ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സംരക്ഷണം നൽകുകയും ശാരീരിക മാനസികാരോഗ്യ ഇടപെടലുകളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും പരിശീലനവും നൽകി സ്വന്തം നിലയിൽ ജീവിക്കുവാൻ പ്രാപ്തരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുകയാണ് ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ പരിധിയിലുള്ള ക്ഷേമ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. നിലവിൽ വിവിധ കാറ്റഗറികളിലായി 1300ഓളം താമസക്കാരാണ് ഗാന്ധിഭവനിലുള്ളത്. ഇവരിൽ 700ഓളം പേർ വൃദ്ധ മാതാപിതാക്കളും അവരിൽ തന്നെ 320 പേർ കിടപ്പ് രോഗികളുമാണ്. മാതാപിതാക്കളെ ഉപയോഗശേഷം പാഴ്വസ്തുക്കളെ പോലെ ആരാധനാലയങ്ങളുടെ മുറ്റത്തും വൃദ്ധസദനങ്ങളിലേക്കും വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. വൃദ്ധരായ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടേണ്ടവരല്ല. അവർ സ്വകുടുംബങ്ങളിൽ സമൂഹവുമായി ചേർന്ന് മരണം വരെ ജീവിക്കുവാനുള്ള അവസരം നൽകുക എന്നതാണ് ഭാരതീയ സംസ്കാരം. ഈ സന്ദേശത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ പരിധിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും താമസിക്കുന്ന അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ് 2026 ജനുവരി 1 തുടക്കം കുറിച്ചു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പത്തനാപുരം ഗാന്ധിഭവനിലും 20 ഗാന്ധിഭവൻ ശാഖകളിലും നടത്തുന്ന സർവമത പ്രാർത്ഥനാ വേളയിൽ അമ്മയ്ക്കൊരുമ്മ എന്ന തലക്കെട്ടിൽ ക്യാമ്പയിൻ നടക്കും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കൂടി അമ്മയ്ക്കൊരുമ്മ പദ്ധതി വ്യാപിപ്പിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അമ്മയ്ക്കൊരുമ്മ പദ്ധതിയുടെ അംബാസിഡറായി വേൾഡ് മലയാളി കൗൺസിൽ WMCയുടെ ആഗോള ചെയർമാൻ ശ്രീ ജോൺ മത്തായിയെയാണ് ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പത്തനാപുരം ഗാന്ധിഭവൻ നടപ്പിലാക്കുന്ന അമ്മയ്ക്കൊരുമ്മ പദ്ധതിയുടെ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൻ്റെ ഉദ്ഘാടനം സ്നേഹാലയം വികസന സമിതി ചെയർമാൻ ശ്രീ സുരേഷ് സിദ്ധാർത്ഥയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബി ജയന്തി ഉദ്ഘാടനം ചെയ്തു. ഉമ്മ കൊടുത്തോണ്ട് നമ്മൾ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. ഈശ്വരാധീനം തന്നെ ഒരുപാടുണ്ടാവും. അത് നിങ്ങൾക്കറിയാം. പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞുനാളിലിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പ്രായത്തിന് മൂത്ത ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് എണീക്കും. അത് ആരോ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അത് ചെയ്യാറില്ല. അവര് അതുപോലെ കാര്യമൊന്നും അറിയാതെ തൊട്ടാൽ നമ്മുടെ പ്രായത്തിന് മൂത്തവരാണ് നമ്മളൊന്നും അറിയാതെ ചവിട്ടിയാൽ നമ്മൾ തൊട്ടൊന്ന് നെറ്റി വന്നിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അത് ചെയ്യാറില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു അപജയം തന്നെയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ആ ഉത്തരത്തിലുള്ള ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സ്കൂളിലടക്കം ഈ അമ്മയ്ക്കൊരുമ്മ എന്ന് പറയുന്ന പദ്ധതി വ്യാപിപ്പിക്കണം എന്നാണ് എനിക്കിതിന്റെ ഇവിടുത്തെ സംഘാടകരായിട്ടുള്ളവരോടും ഇതിന്റെ ചെയർമാനും അതുപോലെ തന്നെ ഡയറക്ടറായിട്ടുള്ള പ്രസിദ്ധ മാഡത്തിനോടും ഒക്കെ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പദ്ധതി സംഘടിപ്പിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പദ്ധതി ഔപചാരികമായി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ ഗംഗാ പ്രസാദ് മുഖ്യ പ്രഭാഷണം നടത്തി. ആ മരണം ഭയമാകുന്ന ഒരു നരകത്തിൽ നിന്ന്, ആ നരകത്തിന്റെ പേര് കും എന്നാണ്. കും എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് അമ്മയുടെയോ അച്ഛന്റെയോ ആത്മാവിനെ ത്രാണനം ചെയ്ത്
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ മരണഭയം ഇല്ലാതാക്കി പുരാണ ഗ്രന്ഥങ്ങളോ വേദേതിഹാസങ്ങളോ ഒക്കെ പറഞ്ഞ് അമ്മയ്ക്കും അച്ഛനും സുഖമായി മരിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഒരു മകനോ മകളോ പുത്രനോ പുത്രിയോ ആകുന്നുള്ളൂ. പുത്നാമ നരകേതു ത്രായതേതി പുത്രാന്നാ പറയുന്നത്. അപ്പൊ പുത്രനും എല്ലാ മക്കളും പുത്രനോ പുത്രിയോ ആകുന്നില്ല എന്നാണ് ഹിന്ദു മിത്തോളജി പറയുന്നത്. എപ്പോ മാത്രമാണ് ആകുന്നത്? മകനും മകളും ആകുന്നത് എപ്പോഴാ? അമ്മയും അച്ഛനെയും സുഖമായി മരിക്കുവാൻ വിടുമ്പോഴാണ്. അവർക്ക് സുഖമരണം പ്രാപ്തമാക്കാൻ കഴിയുമ്പോൾ മാത്രമേ അമ്മയും അച്ഛനും അവരുടെ ആത്മാവ് സന്തോഷിക്കുമ്പോൾ മാത്രമേ മകനും മകളും പുത്രനോ പുത്രിയോ ആകുന്നുള്ളൂ എന്നാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു പുത്രനാവാൻ പറ്റുമെന്ന്. ചടങ്ങിൽ സ്നേഹാലയം PRO ഷിബു റാവുത്തർ, വികസന സമിതി സെക്രട്ടറി S അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്നേഹാലയം ഡയറക്ടർ ശ്രീമതി പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതവും പള്ളിമൻ ഹാരിസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം.